അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തലസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നു. രോഗം പടരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു. യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഇ ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, യോഗ വിവരങ്ങൾ എപ്രകാരമാണ്? രോണി, അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമായും യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്. കുട്ടികളിലാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത്. അതിനാൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വിമ്മിംഗ് നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതും രോഗം ബാധിക്കാതിരിക്കാൻ സഹായകമാകും. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. 10 ലക്ഷം പേരിൽ 2.6 പേർക്ക് മാത്രം വരാൻ സാധ്യതയുള്ളൊരു രോഗമാണ് ഇത്. പക്ഷേ ഇത് സംസ്ഥാനത്ത് 30 ദിവസത്തിനിടെ 3 കുട്ടികൾക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 മാസത്തിനിടെ 3 മരണങ്ങളും ഉണ്ടായി. ഇത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അപകടകരമായ സാഹചര്യം ഉടലെടുത്തിട്ടും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ മാർഗരേഖ ഉൾപ്പെടെ പുറത്തിറക്കാൻ വലിയ രീതിയിൽ വൈകുന്നുണ്ട്. 2-3 ദിവസം മുൻപ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മാർഗരേഖ പുറത്തിറക്കും എന്ന് അറിയിച്ചിരുന്നു. അതായത് രോഗത്തെക്കുറിച്ചും രോഗം കൈകാര്യം ചെയ്യുന്ന വിധത്തെക്കുറിച്ചും വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷെ ഇതുവരെ ആ മാർഗരേഖ ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടില്ല. അത് വലിയ രീതിയിൽ അതിനെതിരെ വിമർശനം ശക്തമാകുന്നുണ്ട്. പ്രധാനമായും ഒഴുക്ക് കുറഞ്ഞ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന രോഗകാരിയായ അമീബ അത് മൂക്കിലെയും ചെവിയിലെയും നേർത്ത സ്ഥലങ്ങളും സുഷിരങ്ങളും വഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കാത്തതിലും വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.